നമസ്കാരം, മുരുക്കുമഴ ന്യൂസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഹെർബാലൈഫിനെ കുറിച്ച് ഒരു എന്താണ് ആ പ്രോഡക്റ്റ് നല്ലതല്ല എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറും ഒരു നാവിക ഉദ്യോഗസ്ഥനൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ എൻ്റെ കൈവശം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അഫ്രഷിനെ കുറിച്ച്, അല്ലെങ്കിൽ അഫ്രഷ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അഫ്രഷിന് എന്താണ് പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അതിലെ അഫ്രഷ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അഫ്രഷിന്റെ ഒറിജിനൽ അഫ്രഷ് എന്റേതാണ്. ഒറിജിനൽ ആണ് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ഒറിജിനൽ അഫ്രഷിനെ നോക്കാം. ഒറിജിനൽ അഫ്രഷിന്റെ പൊടി 2 കരണ്ടി ഇടുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിക്കണം. അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇത് ഒറിജിനൽ അഫ്രഷ് ആണ്. ഒറിജിനൽ അഫ്രഷ് ആണ്. ഒറിജിനൽ അഫ്രഷ് ഇതാണ്. ഒറിജിനൽ അഫ്രഷിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹെർബാലൈഫിനെ കുറിച്ച് ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒറിജിനലും വ്യാജനും ഉണ്ടെന്ന് തെളിയിക്കുകയാണ് എന്റെ ഉദ്ദേശം. ഇതില് അഫ്രഷിന്റെ ഒറിജിനൽ ഇതാണ്. അഫ്രഷ് ഒറിജിനൽ കാണാൻ പറ്റും. ഒറിജിനൽ അഫ്രഷ് അടുത്ത മറ്റൊരു ഫേക്ക്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അഫ്രഷിന്റെ പൊടി വിപണിയിൽ നിന്ന് വെച്ച ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് അഫ്രഷ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ പൊടി നമുക്ക് ആദ്യം ഇടാം. 2 കരണ്ടി പൊടി നമ്മൾ ഇടാൻ പോകുന്നു. ഓക്കെ, ഇനി അതിൽ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കാൻ പോകണേ. വെള്ളം ഒഴിക്കാൻ സംഭവിക്കും നോക്കാം. അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ നമുക്ക് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും, എല്ലാവരും ഒരു അരിമാവ് കലക്കിയ പൊടി പോലെയാണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അരിമാവ് കലക്കിയ പൊടി. എനിക്ക് തോന്നുന്നു എല്ലാ പ്രോഡക്റ്റും അവര് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ പ്രോഡക്റ്റും ഈ അരിമാവിന്റെ ഒരേ പൊടിയാണ് കൊടുക്കുന്നത്. നോക്കുക, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോ ഒരു മാവ് ഇട്ട് കലക്കിയാണ് കരിക്കുന്നത്. കാണാൻ സാധിക്കും, ഇതാണ് ഒരു മാവ് കലക്കിയ പോലെ ഇരിപ്പുണ്ട്. നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റേതോടെ നമുക്ക് അതിന്റെ അടുത്ത് വയ്ക്കാം. വെച്ചോളൂ. നോക്കുക, അപ്പൊ ഇതാണ് വ്യത്യാസം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന ഒറിജിനലും ഈ മാവ് കലക്കി വെച്ചേക്കുന്ന കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രഷ് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്തായാലും അതിന്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ആ പാക്കറ്റ് ഞാൻ, അല്ലെങ്കിൽ ആ കുപ്പി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ അഫ്രഷ് എന്ന് പറയുന്നത്. അതിന്റെ പാക്കൊക്കെ ഒന്ന് നോക്കുക. അതിന്റെ സംഭവം ഒന്ന് ഓടിച്ച് നോക്കണം. അത് ഒറിജിനൽ ഫ്രഷ് ആണ്. അതിന്റെ ഒറിജിനൽ ഫ്രഷിന്റെ പ്രത്യേകത ഇതാണ്. ഇത് കണ്ടാൽ നമുക്ക് ഒറിജിനൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ അതിൽ ആ സ്റ്റിക്കർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് നോക്കുക. സ്റ്റിക്കർ തന്നെ ക്ലാരിറ്റി ഇല്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ്, കളർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിയാൽ അറിയാം, അത് ഒരു വൃത്തിയില്ലാത്ത കണക്ക്, ഒരു ഒട്ടും വൃത്തിയില്ലാത്ത കണക്ക് ഇല്ല, കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒട്ടിച്ചേക്കുന്നതാണിത്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല, അതായത് അഫ്രഷ് ആയിരുന്നാലും നമ്മൾ നല്ലതാണോ എന്ന് നോക്കണം കഴിക്കുക. ഇത് അഫ്രഷിനെ കുറിച്ച് മാത്രമുള്ളൊരു വീഡിയോ ആണ്. ബാക്കിയുള്ള ഫുഡുകളെ കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ അവസ്ഥ. അതായത് അതിൽ ഒരെണ്ണത്തിൽ നമുക്കറിയാം നല്ല ശുദ്ധമായിട്ടുള്ള ആ മഞ്ഞ കളർ, അതാണ് യഥാർത്ഥ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ അഫ്രഷ്. അപ്പുറത്ത് കാണുന്നില്ല മാവ് കലക്കിയ എന്തോന്നാ, മാവ് പൊങ്ങി വരുന്ന ആ മാവ്, അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ വിപണിയിൽ ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് ഐറ്റംസ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഒറിജിനൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക.